പ്രിയമുള്ളവരെ, എൻ്റെ സുഹൃത്ത് എന്നോടൊരിക്കൽ പറഞ്ഞു, ഞാനൊരാൾക്കും കടം കൊടുക്കാറില്ല. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ, അത് നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ അവൻ പറയാണ്, നീ നിൻ്റെ ശത്രുവിനെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. എന്നാൽ നമ്മളൊരാൾക്ക് കടം കൊടുത്തു, എന്നിട്ട് അവൻ ആ പറഞ്ഞ സമയത്ത് അത് തിരിച്ചു തരില്ല. നമ്മൾ പിന്നീട് ചോദിക്കുമ്പോൾ നമ്മൾ അവൻ്റെ ശത്രുവായി മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കടം കൊടുക്കാത്തതെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നല്ല രൂപത്തിൽ, നല്ല ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ഇത്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടം ബാക്കി വെച്ച് മരണപ്പെട്ട ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ താല്പര്യം കാണിക്കാറില്ലായിരുന്നു എന്ന് നമ്മുടെ ചരിത്രത്തിൽ കാണാം. എന്തുകൊണ്ട് നബി തങ്ങൾ അങ്ങനെ ചെയ്യുന്നു? കടത്തിൻ്റെ ഗൗരവം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. നിങ്ങൾ കടം ബാക്കി വെച്ച് മരിക്കല്ല എന്നവരോട് പറയാനാണ്. അങ്ങനെ അഥവാ മരിച്ചു പോയാൽ മറ്റുള്ളവർ അത് ഏറ്റെടുക്കണമെന്ന് താക്കീത് നൽകുകയാണ്. അതിനാൽ ഇസ്ലാം കടം വാങ്ങുന്നതിനെയും അതുപോലെ തന്നെ കൃത്യസമയത്ത് കൊടുക്കേണ്ടതിൻ്റെയും ആവശ്യകത നന്നായി പറഞ്ഞുള്ള ഒരു മതമാണ്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഈ ഒരു കാര്യം ഗൗരവത്തിലെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.